ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ച് അടിപൊളി ഒരു പച്ചടി ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. നമുക്കെങ്ങനെ ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 20 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് എന്നെ തുടച്ചെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളമയം കാണരുത്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ട, എന്നാൽ ഒത്തിരി കനത്തിലുമല്ല. ഈ രീതി വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിലോട്ട് 2 പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണ്, 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സഡ് ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 പച്ചമുളക് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഇതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. കയ്യിലിരിക്കുന്ന തൈര് കട്ട തൈര് അല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഇത് തേങ്ങ അരച്ചെടുക്കാം വെള്ളത്തിന് പകരമായിട്ട്. ഈ അരച്ചെടുത്ത അരപ്പിലോട്ട് 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. കടുക് നല്ലതായിട്ട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഇതങ്ങ് കരിഞ്ഞു പോകരുത്, എന്നാലും നല്ലതായിട്ട് തന്നെ ഫ്രൈ ആയി വരണം. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരണം. ആ രീതി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ രീതി വേണം വെണ്ടയ്ക്ക ഫ്രൈ ആയി വരാനായിട്ട്. ഇത് നമുക്കങ്ങ് കോരി മാറ്റാം. ഇവിടെ വെണ്ടയ്ക്കയെല്ലാം ഞാൻ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇത്രയും വെളിച്ചെണ്ണ അധികമേ ഉള്ളൂ, ഇത്രയും വെളിച്ചെണ്ണ മതി. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 4-5 കൊച്ചുള്ളി അരിഞ്ഞതാണ്, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഒരു വിസ്ക് വെച്ച് നല്ലതായിട്ട് ഉടച്ചെടുക്കുക. മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുക്കരുത്, ഒത്തിരി ലൂസായി പോകും. അപ്പോൾ ഞാൻ തൈരോട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ മിക്സ് ഈ തൈരിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈര് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിട്ടുന്ന നല്ല കട്ട തൈരാണ്. നമ്മളിപ്പോൾ പച്ചടി ഉണ്ടാക്കിയെടുത്താൽ നല്ല കൊഴുത്തിരിക്കും. അതുകൊണ്ട് തന്നെ മിക്സഡ് ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലൂസ് തൈരാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ആ വെണ്ടയ്ക്ക ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. അടിപൊളി ഒരു പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പച്ചടിയല്ലേ. ഇത് വെച്ചിട്ടൊരു അരമണിക്കൂറായിട്ട് വേണം നിങ്ങളിത് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.